ഡിജിറ്റൽ ഡാറ്റ സംരക്ഷണ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യ സഖ്യം. ഭേദഗതി വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. ജനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ഭേദഗതിക്കെതിരെ 125ഓളം മുതിർന്ന നേതാക്കൾ ഒപ്പുവച്ച നിവേദനം ഇന്ത്യ സഖ്യം നാളെ കേന്ദ്ര മന്ത്രാലയത്തിന് കൈമാറും. പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഗുരുതരമായി ബാധിക്കുന്ന ഭേദഗതികൾക്കെതിരെ ശക്തമായി പോരാടാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. ഡാറ്റാ പ്രൊട്ടക്ഷൻ ആക്ടിനായി രൂപീകരിച്ച JPC റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് കേന്ദ്രം മുന്നോട്ടു പോകുന്നതെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു. ഭേദഗതികൾ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുമെന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. When it is going to pass the bills, brings certain amendments which have fundamentally changed the nature of the JPC report. ഭേദഗതി വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഭേദഗതികൾ മൗലിക അവകാശങ്ങൾ ലംഘിക്കുമെന്നും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും MP കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വ്യവസ്ഥയാണ്, 8J. അപ്പോൾ ആ ഒരു വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു ഭേദഗതി ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡേറ്റ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പരിധിയിൽ മാധ്യമ സ്ഥാപനം വരും, അതുപോലെ ഒരു ജേർണലിസ്റ്റ് വരും. അവർക്കൊക്കെ 250 കോടി 500 കോടിയുടെ പിഴയിടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ആക്ട് വിഭാവനം ചെയ്യുന്നത്. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചിരുന്നു. അതേസമയം ഭേദഗതി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് നിയന്ത്രിക്കുന്നില്ലെന്നും സ്വകാര്യ അവകാശങ്ങൾ ശക്തിപ്പെടുത്താനും നിയമത്തിന്റെ ദുരുപയോഗം തടയാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും അശ്വിനി വൈഷ്ണവ് മറുപടി നൽകി. നിയമത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ഒപ്പുവെച്ച നിവേദനം നാളെ നിയമമന്ത്രാലയത്തിന് കൈമാറും. കൈരളി ന്യൂസ്, ദില്ലി.